തേന്മാവിൻ കൊമ്പത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മനസ്സിൽ ഒരു നീരസം അദ്ദേഹത്തിനോട് ഉണ്ടാവാൻ പോകുന്നില്ല. ഇതേ ഒരു തരം അസുഖാ മോളെ. ഒരു തന്തമാരി ഇങ്ങനെയൊന്നും പറയില്ല. അവസാനം തിരിച്ചൊരു അനുഭവം ഉണ്ടാവുമ്പോ നിനക്കൊക്കെ മനസ്സിലാവും എന്തിനാ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ജീവിതം ഒരുപാട് കണ്ടിട്ടുള്ളവനാ ഞാൻ. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ വേണ്ട, അനുഭവിച്ചോ, എനിക്കെന്താ. മോള് വിഷമിക്കണ്ട. ഏട്ടൻ വെറുതെ ഓരോന്ന് പറയുന്നതാ. നിരഞ്ജൻ അവിടെ സ്ഥിരതാമസം ഒന്നും ആക്കാൻ പോകുന്നില്ല. മോള് വന്ന് കിടക്കാൻ നോക്ക്. കണക്ക് പൂട്ടൊക്കെ പൊട്ടിക്കാൻ അറിയായിരുന്നു. ഇതിനെക്കാട്ടിൽ വലുത് പൊട്ടിച്ചിരിക്കുന്നു. പിന്നെയല്ലേ ഇത്. വാ. നശിപ്പിച്ച് മാത്രം കൊണ്ടൊക്കെ മനസ്സിലായി. അമ്മേ, 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 എന്താ മോനെ? അമ്മ ഇവിടെ നിൽക്കണോ? പാത്രം തട്ടിമറിക്കുന്ന ശബ്ദം കേട്ടല്ലോ. ഞാൻ കരുതിയ അമ്മയാണെന്ന്. അതുവല്ല പൂച്ചയായിരിക്കും. കാണിക്കില്ല, ഞാൻ പൂച്ചേന്റെ ശബ്ദം ഉണ്ടാക്കിയല്ല. ആരാ? ആരാന്ന്? മോനെ ഓട്. ഇങ്ങ് പോരും മോനെ. മോനെ
അമ്മ വന്നേ. എന്താ മോനെ? അറിയില്ല. വല്ല കള്ളന്മാരും ആയിരിക്കും മോനെ. ആയിരിക്കും. എന്നാ മോൻ പോലീസിനെ വിളിക്ക. ഏയ് വേണ്ടമ്മേ, ഞാനെറിഞ്ഞ വടി അതിലൊരുത്തന്നെ മുതുകത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ആ പാട് അവിടെ തന്നെ കിടക്കും. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളെന്ന് കള്ളന്മാർക്ക് മനസ്സിലായി കാണും. ഇങ്ങനെയായ എന്ത് ചെയ്യും മോനെ? എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കും? ഇത് കള്ളന്മാരൊന്നും അല്ലമ്മേ, ഇത് വേറെ ആരുമാണ്. മിക്കവാറും എന്നെ തേടി വന്നവരാവാനാണ് സാധ്യത. നിന്നെ തേടി എന്തിനാ ആളുകൾ വരുന്നത്? അതും ഈ രാത്രിയില്? ചുറ്റും ശത്രുക്കളല്ലേ അമ്മേ, അവരിൽ ആരെങ്കിലുമൊക്കെ ആവും. അമ്മ പേടിക്കണ്ട, ആരാ വന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. നീയൊരു ഡോക്ടറല്ലേ, നിനക്ക് ആരാ മോനെ ശത്രുക്കള്? പൊന്നുമണി എന്റെ ശത്രുവല്ലേ അമ്മേ, തങ്കച്ചി എന്റെ ശത്രുവാ. അപ്പോ അവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും എന്റെ ശത്രുക്കളായിരിക്കും. സാരമില്ലമ്മേ, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അമ്മ പോയി കിടന്നു. നീ കിടക്കുന്നില്ലേ? കിടക്കാമേ, അമ്മ പോയി കിടന്നു. ചെല്ല് ചെല്ല്. മുത്തശ്ശിക്ക് എന്തൊരു സന്തോഷമില്ലാത്ത? ഇത്രയും നാള് കാണാതിരുന്ന പ്രേമേച്ചിയാ കണ്ടു കിട്ടിയത്. അതൊരു നല്ല വാർത്തയല്ലേ മുത്തശ്ശി? ചേച്ചിയെ കണ്ടു കിട്ടിയെങ്കിൽ അനിയത്തിമാരങ്ങ് ആഘോഷിച്ചാ മതി. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. എടാ, അല്ലെങ്കിലും പ്രേമ തിരിച്ചു വന്നതിന് ഞാനെന്തിനാ സന്തോഷിക്കുന്നേ? ഇന്ന് പ്രേമേച്ചി, നാളെ നമ്മുടെ അമ്മ. അതാ മുത്തശ്ശി ലക്ഷ്യം. ലക്ഷ്യത്തെക്കുറിച്ചൊന്നും ആരും പ്രസംഗിക്കണ്ട. ആരെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടാ മനോഹര നീ ഇവിടുന്ന് പോയത്? എന്നിട്ട് കിട്ടിയതോ? എന്റെ അമ്മേ, എന്റെ കഴിവുകൊണ്ടൊന്നും അല്ലല്ലോ കിട്ടിയത്. എല്ലാവരും ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നത്. അതെ, അതെന്നെയാ ശരി. ദൈവം പ്രേമിച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി തരുമായിരുന്നു. ഓ പാവം ചേച്ചി, ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിലേ ചേച്ചി മരിച്ചു പോയേനെ. ഓ മതിയടി അവളെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് പ്രേമയെ കുറിച്ചൊന്നും അറിയണ്ട. പാർവതിയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മാത്രം കേട്ടാ മതി എനിക്ക്. മുത്തശ്ശി, ഞാൻ വിചാരിക്കുന്നത് 2 കാണാതാകലിന് പിന്നിൽ ഒരാൾ തന്നെയാണെന്നാ. SP-യുടെ നേതൃത്വത്തിൽ ഒരു വലിയ റെയ്ഡ് നടക്കാൻ പോകുന്നുണ്ട്. അതിന് തൊട്ടു മുൻപാ പ്രേമിച്ചെ കണ്ടുകിട്ടുന്നത്. ഇത്രയും നാളും കാണാതിരുന്ന ചേച്ചിയെ ഇപ്പൊ കണ്ടുകിട്ടാൻ എന്താ കാരണം? എന്താ കാരണം? പേടി. പിടിക്കപ്പെടുമെന്നുള്ള പേടി. പ്രേമിച്ച് കിട്ടിയെന്ന് വെച്ച് റെയ്ഡൊന്നും വേണ്ടെന്ന് വെക്കാൻ പോകുന്നില്ല. അത് നിശ്ചയിച്ച പോലെ തന്നെ നടക്കും. അപ്പൊ അമ്മയും പുറത്തു വരും. അതിനി അധികം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. ഇതുവരെ എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടമ്മേ, നമ്മുടെ പാർവതി തിരിച്ചു വരും. അച്ഛന്റെ നാവ് പൊന്നായി വരട്ടെ. ആദ്യം വരട്ടെ, എന്നിട്ടേ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കും. എന്റെ മോളെ, അമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട.